ഇന്നത്തെ ട്രിവാൻഡ്രം LDCയുടെ ഇംഗ്ലീഷ് മലയാളം ആൻസറാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തത് 81ാമത്തെ ചോദ്യം ഇംഗ്ലീഷാണ്. ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദി ടൂറിസ്റ്റേഴ്സ് ഡാഷ് അറൈവ്ഡ്. ഹാസ് അറൈവ്ഡ് ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഷാൾ യു, വിൽ യു, ഷാൾ വി, മേ വി. ഷാൾ വി ആണ് ഉത്തരം. ഷാൾ വി. മൂന്നാമത്തെ ചോദ്യം ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ചാണ് വന്നിരിക്കുന്നത്. ഹീ സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. അത് ഓപ്ഷൻ ഡി. ഹീ സെയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് ക്ലോസ് ആണ്. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പൂവർ. ഐ വുഡ് ഹെൽപ്പ് ദ പൂവർ. ഐ വുഡ് ഹെൽപ്പ് ദ പൂവർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ടു എ ചൈൽഡ്. ദ ഡോൾ ബിലോങ്സ് ടു എ ചൈൽഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. സ്പെൽ ചെക്കാണ്. പ്രോപ്പർട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബോൺ ഓഫ് കണ്ടൻഷൻ ഇഡിയമാണ്. ബോൺ ഓഫ് കണ്ടൻഷൻ 87ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. ദ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ദ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. വോൾഫിൻ്റെ കൂട്ടത്തെ എന്ത് വിളിക്കുന്നു? പാക്ക്. പാക്ക്. ഓപ്ഷൻ എ ആണ് ആൻസർ. സിനോണിം. അമെൻമെൻറ്റ് സിനോണിം എന്താണെന്നാണ് ചോദ്യം. മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. 90. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം. ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിസിറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് സർപ്ലസ്. PYQ ആണ്. അടുത്ത അനപത്യൻ മലയാളമാണ്. 91ാമത്തെ ചോദ്യം അനപത്യൻ എന്നതിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. അനപത്യൻ സന്തതിയില്ലാത്തവൻ. ഓപ്ഷൻ എ. രണ്ടാമത്തത് താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? അത് കവയത്രിയാണ്. കവയത്രി. ഓപ്ഷൻ ഡി ആണ് കവയത്രി. 93 താഴെ കൊടുത്തതിന് സലിംഗ ബഹുവചനം ഏത്? പുരുഷന്മാർ. ഓപ്ഷൻ സി പുരുഷന്മാർ. 94 ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം 94B ആണ്. ചുരുക്കി പറയുക. ചുരുക്കി പറയുക. അടുത്തത് പിഞ്ഞാണ വർണ്ണം എന്ന് വിഗ്രഹിച്ചാൽ പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. ഓപ്ഷൻ ബി ആണ്. പുട്ട് ഔട്ട് എന്നതിൻ്റെ ആൻസർ പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക. അണയ്ക്കുക എന്നുള്ളതാണ്. ദ്രൗണി എന്നതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ദ്രൗണി ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി അശ്വത്ഥമാവാണ്. അശ്വത്ഥമാവ്. ചിന്മുദ്ര എങ്ങനെ പിരിച്ചെഴുതാം? ചിത് അധികം മുദ്ര. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരത്തെറ്റുള്ള വാക്ക് ഏത്? അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി പ്രേഷ്ടൻ. ഓപ്ഷൻ ഡി ആണ് പ്രേഷ്ടൻ. ഓപ്ഷൻ ഡി ആണ് പ്രേഷ്ടൻ. പെട്ടെന്ന് തയ്യാറാക്കിയതാണ് ഈ 20ഓളം ചോദ്യങ്ങൾ. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടായേക്കാം. എങ്കിലും ആദ്യ ഒരു നോട്ടത്തിന് ഇത് നിങ്ങൾക്ക് ഉതകുന്നതായിരിക്കും. അവരവരുടെ മാർക്സ് ചെക്ക് ചെയ്യാൻ നോക്കുക. ചെക്ക് ചെയ്ത് തെറ്റുള്ള ഭാഗങ്ങൾ തിരുത്തുവാനും ശ്രമിക്കുക.